ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു പാസം മച്ചാനെ കുറിച്ചാണ്. പടത്തിന്റെ കഥ പറയണെങ്കിൽ അത് വല്ലാത്തൊരു കഥയാണ്. ഇവന്റെ ഭാര്യയോട് ഒരുത്തിന് പ്രേമുണ്ട്, അവൾക്കും ചെറിയൊരു ഇഷ്ടമുണ്ട് എന്ന് വെച്ച് ഇവന്റെ ഭാര്യ ഇവൻ അവന് കെട്ടിച്ചു കൊടുക്കോ? അങ്ങനെ കെട്ടിച്ചു കൊടുത്താൽ ഈ പന്നിനെ ഞാൻ വെറുതെ വിടോ? പിന്നെ നമ്മുടെ പാസം മച്ചാൻ ഒരു സ്റ്റൈൽ മന്നനാണ്. മൂപ്പര് ജിപേ ചെയ്യണമെങ്കിൽ ഫോൺ എറിഞ്ഞു പിടിച്ചേ ചെയ്യുള്ളൂ. പിന്നെ ഫുഡ് കഴിക്കുകയാണെങ്കിൽ വായിക്ക് എറിഞ്ഞ് കഴിക്കുള്ളൂ. അങ്ങനെ പ്രത്യേക ഹോബി അങ്ങേർക്ക്. എന്ത് കാര്യത്തിനാണിത്? കുറച്ച് ഓവർ ആയാലും എല്ലാവരും ശ്രദ്ധിക്കൂ. പടം തുടങ്ങുന്നത് നമ്മുടെ മച്ചാൻ ഒരു ക്രഷ് ഉണ്ട്. അവള് നൈസായിട്ട് നമ്മുടെ മച്ചാനായിട്ട് ബ്രേക്കപ്പ് ആവും. എന്നിട്ട് ബ്രേക്കപ്പ് ആയ കാര്യം അറിയാൻ വേണ്ടി അവളുടെ കല്യാണത്തിന് വന്നിട്ട് അവളുടെ താലി പൊട്ടിച്ചിട്ട് വന്ന അലമ്പുണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മുടെ അണ്ണൻ പറയും, സോറി, ഞാൻ കുറച്ച് ഓവറായി പോയി. ഒരു പെണ്ണിന് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല, അത്ര തന്നെ. അതിനപ്പുറത്ത് എന്ത് റീസണാ? അങ്ങനെയാണെങ്കിൽ നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നിട്ട് അത് കോപ്രായങ്ങൾ ഇവിടെ കാട്ടിയേ? സാറേ ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ. അങ്ങനെയൊക്കെ ഇവന്റെ ഈ കോപ്രായം സഹിക്കാൻ പറ്റാണ്ട് അവിടുത്തെ അപ്പൂപ്പന് ഇവന്റെ മോന്തയ്ക്ക് പറഞ്ഞ് കൊടുക്കാൻ പോകുമ്പോ അറിയാണ്ട് ആ പെണ്ണിന്റെ മോത്ത് കൊള്ളും. അപ്പൊ നമ്മുടെ അണ്ണന് ഉപദേശം തുടങ്ങും. പക്ഷെ ലേഡീസിന്റെ മേലെ കൈവെക്കുന്ന അതിലും വലിയ തെറ്റാ. പക്ഷെ ലേഡീസിന്റെ മേലെ കൈവെക്കുന്ന അതിലും വലിയ തെറ്റാ. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? പിന്നെ ഇതും പോരാണ്ട് ഇവൻ ഈ സിനിമ മൊത്തം അവളുടെ പിന്നാലെ നടന്നിട്ട് ആ റീസൺ പറയോ എന്ന് പറഞ്ഞ് വെറുപ്പിക്കും. ദയാലിന്റെ കാതിൽ എന്തോ പറഞ്ഞു, അത് എന്താന്ന് ഇവിടെയുള്ള ആർക്കേലും അറിയോ? എന്നാലും എന്നെ എന്തിനാ തേച്ചെന്നുള്ള റീസൺ ഇനിയെങ്കിലും ഒന്ന് പറയാവോ? നീ എന്നെ എന്തിനാ തേച്ചെന്ന് ഇപ്പോഴെങ്കിലും നിനക്കൊന്ന് പറഞ്ഞൂടെ അമൃതേ? എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. പിന്നെ ആ കല്യാണത്തിന് തല്ലുണ്ടാക്കിയ കാരണം അങ്ങോട്ട് പോലീസ് വന്നിട്ട് നമ്മുടെ മച്ചാനെ എടുത്തോണ്ട് പോവും. അപ്പൊ നമ്മുടെ മച്ചാന്റെ മാമന്റെ മോള് വന്ന് സഹായിക്കും. എന്നിട്ട് അവനെ വീട്ടിൽ കൊണ്ടാക്കും. എന്നിട്ടും നമ്മുടെ മച്ചാന്റെ സ്റ്റൈലിന് ഒരു കുറവില്ലാട്ടാ. തുടക്കമല്ലേ, നടപ്പ് കുറച്ച് പയ്യാക്കിയാലോ? സ്ലോ മോഷൻ ആണോ ഉദ്ദേശിച്ചത്? പിന്നെ ഇവനീ നടക്കുമ്പോഴും തല്ലുകൊള്ളുമ്പോഴും ഒരു PP ഊതനം BGM ഉണ്ട്. അതാണ് ഈ പടം മൊത്തം ഇട്ടേക്കണേ. മോനെ മഹാരാജ, ഇത് നീ വല്ല സർക്കസ് കമ്പനിക്കാർക്കും കൊടുക്കും. ആന സൈക്കിൾ ഔട്ടുമ്പോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് ഉപയോഗിക്കാം. കേൾക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ കൂളിർ കോരുന്ന ഒരായിട്ടുണ്ട്. പാടട്ടെ. നിർത്ത്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. പിന്നെ നമ്മുടെ മച്ചാന്റെ മാമന്റെ മോൾക്ക് നമ്മുടെ അണ്ണന്റെ ഈ പട്ടി ഷോയും ഈ PP ഊതണം BGM കേട്ടിട്ട് ക്രഷ് അടിച്ചിട്ട് ഒരു ദിവസം അവനെ പോയിട്ട് പ്രപ്പോസ് ചെയ്യും. അപ്പൊ നമ്മുടെ അണ്ണനെ ഒരു തമാശ പറയും. നീ എന്താടി പെറ്റുപെടുത്തി വരുന്ന പൊസിഷനിൽ നിൽക്കുന്നത്? അത് കഴിഞ്ഞിട്ട് നമ്മുടെ മച്ചാൻ നൈസായിട്ട് അവളോട് താല്പര്യമില്ല എന്ന് പറയും. അപ്പൊ അവളാകെ സാഡാവും. എന്താണ് ആദ്യയുടെ കോമഡി സ്കിറ്റ് പറഞ്ഞില്ലല്ലോ. പിന്നെ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മച്ചാന്റെ വീടിന്റെ അവിടെ കുറച്ച് പട്ടികളുണ്ട്. നമ്മുടെ മച്ചാൻ എല്ലാ ദിവസവും അതിന് ഫുഡ് കൊടുക്കാറുണ്ട്. ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം അതിനെ മൈൻഡ് ചെയ്യണില്ല. അപ്പൊ ആ പട്ടി സാറുകൾക്കെല്ലാം ദേഷ്യം കയറിയിട്ട് ഒരു രാത്രി നമ്മുടെ മച്ചാനെ കടിക്കാനായിട്ട് ആൾക്കാരായിട്ട് വരും. ഈ കുറച്ചത് കൊരയല്ല, തെറിയ, നല്ല അസല് പച്ചത്തെറി. എന്നിട്ട് നമ്മുടെ മച്ചാനെ വണ്ടി ഇടിക്കുമ്പോ തന്നെ നമ്മുടെ മച്ചാൻ അവളെ അങ്ങ് ഓർമ്മ വരും. എടാ പാട്ടിട്. എന്നിട്ട് നമ്മുടെ മച്ചാൻ മാമന്റെ അടുത്ത് പോയിട്ട് അവിടെ കല്യാണം കഴിക്കണമെന്ന് പറയും. അപ്പൊ എന്നെ മാമൻ നീ ധൈര്യമായിട്ട് കെട്ടിക്കോടാന്ന് പറയും. അപ്പൊ എന്നെ നമ്മുടെ അണ്ണൻ ഹാപ്പി ആവും. എനിക്ക് കിട്ടിയില്ല, നിനക്കും കിട്ടൂല. അവസാനം നീ കരയും മോനെ. അനുഭവം കൊണ്ട് പറയുന്നതാണ്. പിന്നെ ഒരു ദിവസം നമ്മുടെ അണ്ണൻ നൈസായിട്ട് അവളെ കാണാൻ പോകും. അപ്പൊ അവള് പറയും, ഞാൻ ഈ ഗ്യാപ്പിൽ ഒരാളെ കണ്ട് ക്രഷായിട്ട് ഇഷ്ടപ്പെട്ടു, എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് പറയും. ഒരാൾ അയിലേക്കെന്ന് പറയാ, അപ്പൊ മറ്റേ ആൾ അയാളെ ചീത്ത പറയാ. പിന്നീട് അയാൾ സോറി പറഞ്ഞ് പ്രേമാണെന്ന് പറയുമ്പോ അയാൾക്ക് വേറൊരാളോട് പ്രേമാണെന്ന് പറയാ. പിന്നെ ഇത് കേൾക്കുമ്പോ നമ്മുടെ മച്ചാനാകെ സാഡായിട്ട് കരയും. റീനുവിനോടൊന്നുമില്ല. അതിനല്ലേ ഞങ്ങൾ തന്നോട് പറഞ്ഞത്. അവള് പോയ പിന്നെ ഒരു നിമിഷം പോലും ഞാൻ ജീവിച്ചിരിക്കില്ല. അവള് പോയിടത്തേക്ക് ഞാനും പോവും സാർ. പിന്നെ ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല. എന്നിട്ട് കുറച്ചു നേരം കരഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോ നമ്മുടെ അണ്ണൻ PP എടുക്കും. എന്നിട്ട് ഒരു ഊതലങ്ങ് ഊതും. പിന്നെ ചാർജ് ആവും.
കേൾക്കുമ്പോ തന്നെ ഞാൻ ചാർജ് ആവും. പിന്നെ ഇവളുടെ തന്തയുടെ അടുത്ത് പോയിട്ട് എനിക്ക് വേറൊരാളെ എനിക്ക് ഇഷ്ടമാണെന്ന് പറയും. അപ്പൊ തന്ത മര്യാദയ്ക്ക് മച്ചാനെ കല്യാണം കഴിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ ചവിട്ടി കൂട്ടി കൊല്ലുന്ന് പറയും. ഇത് കേട്ട് ടെൻഷനായിട്ട് ആ കല്യാണത്തിന് അവള് സമ്മതിക്കും. അപ്പൊ തന്നെ ഇവളുടെ ക്രഷ് കല്യാണത്തിന് വന്നിട്ട് നമ്മുടെ മച്ചാനോട് പറയും നീ തൽക്കാലത്തേക്ക് ഒന്ന് ഫേക്ക് മാരേജ് ചെയ്യുമെന്ന് നോക്കി. ഇത് കേൾക്കുമ്പോ തന്നെ നമ്മുടെ അണ്ണനോട് ഓടിപ്പോവും. നമ്മളില്ലേ എടി നമ്മളിനി എന്ത് ചെയ്യും? എടാ മറ്റേ പാട്ടിട്, അപ്പൊ അവൻ തിരിച്ചു വരും. ഈ പാട്ട് കേട്ടപ്പോ തന്നെ നമ്മുടെ അണ്ണനാ ഫേക്ക് മാരേജ് ചെയ്യാൻ തീരുമാനിക്കും. നിങ്ങൾ ചോദിക്കും അവൻ എന്തിനാ ഇങ്ങനെ ചെയ്യണേന്ന്. കാരണം ഇതൊരു പേട്ടപ്പടാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. അങ്ങനെ പി പി ഓതി ഫസ്റ്റ് ഹാഫ് കഴിയും. അത് കഴിയുമ്പോൾ മച്ചാൻ ഇവറ്റിങ്ങൾ രണ്ടാളെയും ഫോറിനിൽ അയക്കാൻ തീരുമാനിക്കും. എന്നിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റായി വരുമ്പോഴാണ് ഒരു ടെസ്റ്റ് ഗൈസ്. ഇവള് പ്രഗ്നന്റാ. അല്ല സാറ് ഇതൊന്നും അറിഞ്ഞില്ല. അപ്പോ ഇവിടുന്ന് തൊട്ടാണ് ഈ പടം ഒരു ക്രിഞ്ചിന്ന് ഒരു സീരിയൽ ക്രിഞ്ച് ലെവലിലേക്ക് പോണത്. കൊച്ചിന്റെ അച്ഛൻ രമേശനാണോ ബാബുവാണോ എന്ന് ഇന്നറിയാം. പച്ച കള്ളായിട്ട് ഇവള് പറയണത്. സൂചി അറിയാതെ എങ്ങനെ നൂലകത്ത് കയറുന്നു? എന്തൊക്കെയാണ് ഈ പേട്ടപ്പടത്തിന് നടക്കണേ? എന്തൊക്കെ കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ട് ടെൻഷനായിട്ട് നമ്മുടെ മച്ചാൻ ഇവിളിയും കൂട്ടിയിട്ട് ഡോക്ടറെ അടുത്ത് പോയിട്ട് അബോർട്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കും. അപ്പൊ നമ്മുടെ ചേച്ചി അവളുടെ സൂപ്പർ പവർ യൂസ് ചെയ്യും. ഈ കോപ്പുകെട്ടിന്റെ തലപ്പെടുത്തിട്ട് പാടില്ല. വേറൊന്നും കിട്ടിയില്ല. ഈ പാട്ട് കേട്ടിട്ട് പാസം കൂടിയിട്ട് നമ്മുടെ മച്ചാൻ അവന്റെ കൊച്ചിനെ ഇവന്റെ കൊച്ചായിട്ട് വളർത്തും. ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ ഡ്യൂടെ? അതാണ് ത്യാഗം. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? പിന്നെ നമ്മുടെ മച്ചാന്റെ ഈ അവസ്ഥ കണ്ടിട്ട് മച്ചാന്റെ കൂട്ടുകാരനെ അവിടെ അടുത്ത് പോയിട്ട് പറയും നീ എന്ത് പരിപാടിയാണ് കാണിക്കണേന്ന് ചോദിക്കും. അപ്പൊ അവളാകെ സേഡാവും. അത് കഴിഞ്ഞിട്ട് കൊച്ചൊക്കെ ഉണ്ടായി ഇത്ര കൊല്ലം കഴിഞ്ഞിട്ട് അവള് നമ്മുടെ മച്ചാനോട് ഒരു കാര്യം ചോദിക്കും. നിങ്ങൾ എന്തിനാ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്നത്? എടി ഇതൊരു പേട്ടപ്പടാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മുടെ മച്ചാൻ ഇവിടെ എയർപോർട്ടിൽ കൊണ്ടാക്കാനാണ് പോണേ. നമ്മുടെ മച്ചാൻ ഇവിടെ തലേന്ന് ഒഴിഞ്ഞല്ലോ എന്ന് വെച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഇവള് പാസ്പോർട്ടും ടിക്കറ്റും എടുത്ത് എറിയും. എന്റെ സ്വഭാവം നിനക്കറിയില്ലേ? വഴിതെറ്റിച്ചു വിടും. ഒരു മനസ്സുഖം. ഇത് ഇവള് എന്തിനാ ചെയ്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മച്ചാൻ ഒരു പെണ്ണ് സെറ്റായി കൊടുത്തിട്ട് അവള് യൂറോപ്പിൽ പോവുള്ളൂ എന്ന് അവള് പറയും. എടി നീ ഒന്ന് പോയി തൊലഞ്ഞാൽ തന്നെ അവർ രക്ഷപ്പെടും. നന്നായിരിക്കണമെങ്കിൽ രണ്ടുപേരും നന്നായിരിക്കണം. ഇല്ലെങ്കിൽ രണ്ടുപേരുടെ ലൈഫ് നശിച്ചോട്ടെ. എന്നെ വേർബോഡി ആയിട്ടെങ്കിലും ജീവിക്കാൻ അനുവദിക്കടാ. ഞാൻ പോവില്ല. പിന്നെ നമ്മുടെ മച്ചാൻ പൈസ കൊടുത്ത ഒരു പെണ്ണിനെ സെറ്റ് ചെയ്തിട്ട് ഡ്രാമ കളിച്ചിട്ട് അവളെ വിശ്വസിപ്പിക്കും നമ്മുടെ മച്ചാന് പെണ്ണ് സെറ്റായിന്ന്. പിന്നെ നമ്മുടെ മച്ചാൻ വീണ്ടും ഇവൾക്ക് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് പോവാനുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യും. അപ്പോൾ അവള് പറയും എനിക്ക് എന്റെ അപ്പനെ അവസാനമായിട്ടൊന്ന് കാണണമെന്ന്. പുറത്തെടുത്തല്ലേ. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇവളുടെ തന്തറിയും. എന്നിട്ട് ഇയാളെ കാണാൻ പോണ സമയത്ത് അങ്ങേര് കലിപ്പാവും. ഇപ്പൊ ഞാൻ ഡയറക്ടർ അല്ല, കഥ പ്രകാരം ഞാൻ നിന്റെ അച്ഛനാ. അതേടി, ഈ അച്ഛന്റെ മുമ്പിൽ വെച്ച് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ അവനുമായിട്ട് ഡിംഗോൾഫിക്കേഷൻ നടത്തും. അച്ഛാ, ഇവനെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. ഇവനെ മാത്രം ഞാൻ കല്യാണം കഴിക്കൂ, ഇല്ലെങ്കിൽ ഞാൻ ചത്തുപോകും അച്ഛാ. സ്വന്തം അച്ഛൻ നിൽക്കുന്നു, കാമുകം നിൽക്കുന്നു. നീ ആരാണ് ഇതിനിടയ്ക്ക്? ഞാൻ ആരാണെന്നോ? ഞാനാണ് നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവ്. ഇതൊക്കെ കേട്ട് ടെൻഷനായിട്ട് ഇവളുടെ തന്ത അറ്റാക്ക് വന്നിട്ട് ഹോസ്പിറ്റലിൽ സൈഡാവും. പിന്നെ അവസാനം ഇവരെല്ലാവരും ഒന്നിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മച്ചാൻ വീണ്ടും പി പി ഊതാനായിട്ട് പോവും. കേട്ട് ഞാൻ മടുത്തു. അങ്ങനെ പടം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് മറ്റവള് വേറൊരു പെണ്ണിനും കൊണ്ടുവന്നിട്ട് ഇനി സെക്കൻഡ് പാർട്ട് ഇവളുടെ കൂടെ വെറുപ്പിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. എന്റെ അമ്മോ, അയ്യോ എന്റെ അമ്മ എന്തായി കാണുന്നേ? സീസൺ 2 എന്റെ ഈ ബോഡി താങ്ങില്ല മോളെ. ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ?